അയ്യോ വണക്കം. നാളെയാണ് സോറി മറ്റന്നാളാണ്. അതായത് ജൂൺ 6 തീയതിയാണ് CJP വേട്ടാവളിമാർ തെരുവിലിറങ്ങാനായിട്ട് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് സമാധാനപരമായിരിക്കും. ഈ ഗവൺമെൻറ്റിനെതിരെയല്ല ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഡൽഹിയിലൊക്കെ വലിയ രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇവിടെ വിളിക്കുന്നുണ്ട്. 4-3-7 പേരെ ഇപ്പോഴും ഉള്ളൂ. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇവർ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങുമ്പോൾ കുറേ എണ്ണം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് എവിടെ നിന്നില്ലാതെ. അതിനകത്ത് കശ്മീരിൽ 370 പ്രഖ്യാപിച്ചത് കൊണ്ട് അന്നം മുടങ്ങിയ തീവ്രവാദികൾ കാണും. പോരാത്തതിന് നമ്മുടെ മമതാ ബാനർജിയെ ഇപ്പോൾ അവിടെ അടിച്ച് നശൂലമാക്കിയില്ലേ, അതിനകത്തുള്ള TMC പ്രവർത്തകന്മാർ കാണും. കർഷക സമരത്തിൽ മണ്ടി പൂട്ടിപ്പോയ കുറേ മണ്ടയില്ലാത്ത അലവലാദികൾ കാണും അതിനകത്ത്. അങ്ങനെയുള്ള കുറേ അമ്മമാർ കാണും. പോരാത്തതിന് നമ്മുടെ കേരളത്തിൽ നിന്ന് ശബരിമലയിൽ കയറാൻ പറ്റാതെ പോയ ബിന്ദു അമ്മിണിമാരെ പോലെയുള്ള ചില കുലീനമായിട്ടുള്ള സ്ത്രീ നാരി രത്നങ്ങൾ കാണും. അങ്ങനെ പല ആൾക്കാരും ഇതിനകത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്താണ് താഴെ ഇറങ്ങാത്തതെന്ന് അറിയാമോ? നീയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു സമരം ചെയ്യാനായിട്ട് പോകുമ്പോൾ അത് ജെന്യുവിൻ ആണെങ്കിൽ പോലും യവന്മാരെല്ലാം കൂടെ വന്ന് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്നത്. മറ്റേ സോനം വാങ്ചുക്ക് എന്ന് പറയുന്നിടത്തുണ്ട്, ലഡാക്കിൽ കലാപം ഉണ്ടാക്കി ജയിലിൽ കിടന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ സീ യു സൂൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ നരേന്ദ്രമോദി വന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ നോക്കിയത്. വാടാ ഐ ആം ത്രിൽഡ് എന്ന് പറഞ്ഞ് മോദി വന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിക്കൊണ്ടില്ല. എന്തായിരുന്നാലും യുവമാരെല്ലാം കച്ച മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ വിവാദം എന്ന് പറയുന്നത് CJP എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയെ സർക്കാർ ഭയക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രൊട്ടസ്റ്റ് ചെയ്തവരെ അനുമതി തന്നിട്ടില്ലെന്ന് ഞങ്ങൾക്ക്. ഞങ്ങൾ സമാധാനപരമായിട്ട് ജന്തർ മന്ദറിലിരുന്ന് പ്രതിഷേധിക്കാനാണ് വരുന്നത്. ജന്തർ മന്ദറിലിരുന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നമുക്കില്ല സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മിയിലെ മറ്റേ അവനുണ്ട് അഭിഷേക് ദീപ്കെ, അവനാണല്ലോ തുടങ്ങി വെച്ചത്. ഇവൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. പിന്നെ അവൻ നമ്മുടെ പൊതുവാൾജി ഉണ്ടല്ലോ, സന്ദേശത്തിലെ പൊതുവാൾജിയെ പോലെ വലിയ ആഹ്വാനമൊക്കെ നടത്തുന്നുണ്ട്. അവനാണെങ്കിൽ പറയുകയാണ് ജൂൺ 6 തീയതി ഞാൻ എത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നൊക്കെ. ഇവിടെയുള്ള സകല കമ്മികളുടെയും ഒരു വലിയൊരു സെറ്റപ്പാണ് യവന്മാർ ഈ പറയുന്ന വാക്കുകളെന്ന് പറയുന്നത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. യവന്മാർ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത്. അങ്ങനെ ഭരണകൂടത്തിനുള്ള പോരാട്ടങ്ങൾ നയിക്കുമ്പോൾ എനിക്കറിയാം, എന്തറിയാം, ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കും. കാരണം ഹിറ്റ്ലറിനെക്കാട്ടിലും ഭീകരനായിട്ടുള്ള ഒരു ഭരണാധികാരിയുമായിട്ടാണല്ലോ ഞാൻ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് യവന്മാർ പറഞ്ഞ് പരത്തുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ കുറേ എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വണ്ടി തല്ലിപ്പൊളിക്കാൻ പോയിട്ട് യുവമാരുടെയൊക്കെ ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജയിലറ കാട്ടി വിരട്ടല്ലേ എന്നായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ യുവമാരോട് ചോദിക്കാനുള്ളത്, നമ്മുടെ സന്ദേശ സിനിമയിൽ മാള അരവിന്ദ് അവതരിപ്പിച്ചൊരു ക്യാരക്ടറുണ്ട്. ആ മാള അരവിന്ദ് വന്നിട്ട് നമ്മുടെ ശ്രീനിവാസൻ്റെ അടുത്തിൽ നിന്ന് ചൂടാവുന്ന ഒരു സിമ്പലുണ്ട്. നിർത്തണ, എന്താണ് നിൻ്റെയൊക്കെ സായുധ വിപ്ലവം? ഇവിടെ ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടാടാ? ഇവിടെ ബോംബെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോടാ എനിക്ക് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞ യവന്മാരോടൊക്കെ ചോദിക്കാനുള്ളത്. പോരാത്തതിന് ജയിലറ കാട്ടി വിരട്ടല്ലേ എന്ന് പറയുന്ന ഈ ജെൻസി പിള്ളേർ വരെ അതിനകത്തുണ്ട്. ഇവിടെ യവന്മാർ ജയിലെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തവന്മാരാണ്. യവന്മാരെ മുദ്രാവാക്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു യവന്മാർ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ജയിലിൽ കടന്നിട്ട് 10-30 കൊല്ലം കടന്നിട്ട് പുറത്തിറങ്ങി വീണ്ടും ജയിലിലോട്ട് പോകാൻ പോകണം. ഇപ്പം പിന്നെ ആ മുദ്രാവാക്യമൊന്നുമില്ല. ഈ ജയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. ആദ്യം കയറുമ്പോൾ 2 ദിവസം നല്ല സുഖമായിരിക്കും. കാരണം 2 ദിവസം പുതിയൊരു അറ്റ്മോസ്ഫിയറാണ്. മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്, പുതിയൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ 3ൻ്റെ അന്ന് തൊട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ എത്തും. ഒന്നുമില്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ ഈ ജയിലിൽ പോയി കിടന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് കിട്ടും. അവരത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ ഈ തീഹാർ ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതിനകത്ത് വേണ്ട TG മോഹൻദാസ് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. TG മോഹൻദാസ് ഒരിക്കൽ ജയിലിൽ പോകുമായിരുന്നു. അങ്ങനെ ജയിലിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ജയിലിൽ പോകേണ്ടാത്ത കേസല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് പുറത്തൊത്തു തീർപ്പാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ TG മോഹൻദാസ് ആൻഡ് ഗ്യാങ് പറഞ്ഞു, ഇല്ല, ജയിലറ കാട്ടി വിരട്ടണ്ട എന്ന് പറഞ്ഞ ആളിയെ നേരെ ജയിലിലോട്ട് കയറിപ്പോയിട്ട് പിന്നെ പുള്ളിക്കാരൻ ജയിലിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. പുള്ളി ഓൺലൈൻ ചാനലൊക്കെ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് പുള്ളി ഒരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറയുകയാണ്, ഈ ജയിലിനകത്ത് കക്കൂസിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കക്കൂസ് എന്ന് പറഞ്ഞത് ഇത്രയാണ് തീഹാറിലൊക്കെ. ഇപ്പോൾ ഈ കക്കൂസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ജയിലൊക്കെ ഇത്രയാണ്. അതായത് അവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് കക്കൂസി പോലും പോകേണ്ടത്. പിന്നീട് വന്നിട്ട് ഒരു വട്ടം കൂടെ ചോദിച്ചു, ഒത്തുതീർപ്പാക്കി കൂടെ, എല്ലാണ്ണം കൂടെ പൊടിയും തട്ടി ഇറങ്ങി ഓടിക്കളഞ്ഞ് ജയിലിനകത്തുനിന്ന്. കാരണം ഇരിക്കാൻ വയ്യ ജയിലിനകത്ത്. അത്രയ്ക്ക് വലിയ ഏകാന്തതയും അത്രയ്ക്ക് വലിയ സോളിറ്റ്യൂഡുമാണ് അവിടെ മനുഷ്യൻ അനുഭവിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും വേറൊരു കാര്യത്തിൽ മനനിമ്മതിയുണ്ട്. ഈ IP ബിനുവിനെയും ആറ്റുകാൽ ഉണ്ണിയും പോലെയുള്ളവന്മാരൊന്നും ഇനി പുറം ലോകം കാണില്ല. അതിലൊരു സ്വസ്ഥതയുണ്ട്. അതൊരു സാമൂഹിക നന്മയായി ഞാൻ
ഞാൻ കണക്കാക്കുന്നു. എന്തായാലും അതുപോലെ നമ്മുടെ CJPയിലെ പ്രവർത്തകർ ജയിലറെ കാട്ടി വിരട്ടണ്ട എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്നവൻ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6-ാം തീയതി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, എന്നെ കാല് കുത്താൻ പോലും ഡിക്റ്റേറ്ററായിട്ടുള്ള നരേന്ദ്രമോദി സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ പൊതുവാൾജി പറഞ്ഞ പോലെ സന്ദേശത്തിൽ എല്ലാ പ്രവർത്തകനും വന്ന് എൻ്റെ ചുറ്റും ഇങ്ങനെ വളഞ്ഞു നിൽക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവൻ്റെ കേസ് എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തകരും എൻ്റെ ചുറ്റും, അത് എന്നെയാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇവൻ രംഗത്ത് തിരികെയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് സമാധാനപരമായിട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തില്ല, നടത്തിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ദാ ഈ വീഡിയോ. जो भी 6 तारीख को आ रहा है ना एयरपोर्ट और दिल्ली जंतर मंतर प्रोटेस्ट के लिए ना भाई, एक रिक्वेस्ट है, अगर अभिजीत दीपके को इमिग्रेशन ने रोका वहां पे तो भाई एयरपोर्ट पे हंगामा शुरू होगा. और दूसरी चीज की अगर प्रोटेस्ट परमिशन के लिए थोड़ा सा टाइम लगा ना, हम तब तक रोकेंगे जब तक हमें परमिशन नहीं मिल जाएगी. रुकना पड़ेगा भाई. और तीसरी चीज ना, अपनी सेफ्टी के लिए ना कुछ चीजें खरीद लेना भाई, जैसे पेपर स्प्रे हो गया, डंडे वंडे हो गए, जो भी है. क्योंकि अगर पुलिस ने हाथ छोड़ा ना, लाठी चार्ज या फिर पानी वानी फेंका, तो वो उस चीज के लिए काम आएगा. तो भाई इस बारी ना, अगर जो भी है हम आर या पार करके ही जाएंगे, क्योंकि भाई बहुत सह लिया हमने. बनेगा नेपाल बनेगा भाई, थक गए हैं सह कर. हो गया भाई. ഇതിനകത്ത് CJPയുടെ ഒരു മെമ്പർ, അവൻ്റെ പേര് ഹർഷിത്ത് എന്നാണ്. ഇവൻ വലിയൊരു ആഹ്വാനം അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എയർപോർട്ടിൽ ഒരു റക്കസ് ഉണ്ടായാൽ, എയർപോർട്ടിൽ ഒരു ഉന്തും തള്ളും അല്ലെങ്കിൽ പോലീസിൻ്റെ വക ലാത്തി ചാർജ്, അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ urges supporters to bring sticks and pepper spray ahead of Abhijit Deepke's arrival on June 6 says turn India into Nepal. അതായത് എന്തെങ്കിലും ഒരു വിഷയം എയർപോർട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പും കുറുവടിയൊക്കെ നിങ്ങൾ കരുതിക്കണം. പോരാത്തതിന് നിങ്ങളുടെ മാരകായുധം എന്ന് പറയുന്നത് പെപ്പർ സ്പ്രേ ആണ്. ഇതൊക്കെ എടുത്ത് പോലീസിൻ്റെ മൂജിയിലോട്ട് അടിച്ച് കയറ്റിക്കൊള്ളണം എന്നാണ് അവന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. സത്യം പറയട്ടെ, ഈ കേരളത്തിലിരിക്കുന്ന പോലീസിൻ്റെ ഫൈബർ ലാത്തി പോലെയല്ല ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഡൽഹിയിലോ ഇരിക്കുന്ന പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ RSSകാരന്മാരുടെ ശാഖയിലിരിക്കുന്ന ദണ്ടുണ്ടല്ലോ, അതുപോലത്തെ ലാത്തിയാണ് അവന്മാരെ കയ്യിലിരിക്കുന്നത്. അവന്മാർ അടിച്ച് ഉരുട്ടിക്കളയും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ യവന്മാരോടൊക്കെ. എന്തായാലും 6-ാം തീയതി യവന്മാർ വരുന്നുണ്ട്. യവന്മാരെ വിചാരം നമ്മുടെ നാട്ടിലെ ആൾക്കാർ മുഴുവൻ ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായിരിക്കും എന്നുള്ളതാണ്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിലാണ് യവന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ ശേഷം യവന്മാർ ഇവിടെ കിടന്ന് അഴിഞ്ഞാടാനുള്ള പരിപാടിയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 23 മില്യണിൽ നിന്ന് ഇപ്പോൾ 22.1 മില്യൺ, അതായത് 8 ലക്ഷം പേരാണ് അതിനകത്ത് അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് അപകടം മണത്തു അല്ലെങ്കിൽ അവർ രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ജെൻസി വിഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാനത് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ടൻറ്റ് വേണമല്ലോ. നാളെ യവന്മാരൊക്കെ അടിയുണ്ട് അപ്പിയിടുമ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ അതിനകത്ത് കാണുമല്ലോ. അതൊക്കെ എടുത്ത് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാം. എന്തായിരുന്നാലും അങ്ങനെ വീണ്ടും ഒരു സുവർണ്ണകാലം, അതായത് കർഷക സമരത്തിന് ശേഷം ഒരു മണ്ടയുമില്ലാത്ത മണ്ടികളെ, ഈ ഇടനിലക്കാരെ ഇടിച്ചുരുട്ടുന്ന ആ കർഷക ഒരു സമരത്തിന് ശേഷം, അതിനു മുമ്പ് പൗരത്വ ഭേദ നിയമഗതി ആയിരുന്നു. ആ പൗരത്വ ഭേദ നിയമഗതിയിലായിരുന്നു സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിച്ച് കണ്ട അടി എന്ന് പറയുന്നത്. എല്ലാ രാജ്യവിരുദ്ധന്മാരായിട്ടും, അതും കശ്മീരിൽ 370 പ്രഖ്യാപിച്ചപ്പോൾ പ്രതിഷേധിക്കാൻ പറ്റാത്ത ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം കശ്മീർ എടുത്ത് പാകിസ്ഥാന് കൊടുക്കണമെന്ന് അങ്ങ് തുറന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റാത്ത കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ പൗരത്വ പ്രതിഷേധം പറഞ്ഞു. ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ആടിയും ഇങ്ങോട്ട് തുണിയും പറഞ്ഞ് ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതൊക്കെ കണ്ണുകൾക്ക് നയനാനന്ദകരമായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ദിവസം വീണ്ടും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.